ഹരേ കൃഷ്ണ. ഭക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായും ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ധാരാളം ഐശ്വര്യം അവർക്ക് വന്നു ചേരും. അതെ, യഥാർത്ഥ ഭക്തൻ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. സമ്പത്ത് ആഗ്രഹിക്കുന്ന ഭക്തന് സമ്പത്തും, കീർത്തി ആഗ്രഹിക്കുന്ന ഭക്തർക്ക് കീർത്തിയും, ഇനി ഭഗവാനെ മാത്രം ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഭഗവാനെ തന്നെയും കിട്ടും. നമ്മളെല്ലാവരും ഒരേ ചുറ്റുപാടിലല്ല ജനിക്കുന്നതും വളരുന്നതും. ചില കുട്ടികൾ സമ്പന്നരായി വളരുമ്പോൾ ചില കുട്ടികൾ ഇടത്തരം സാമ്പത്തികത്തിലും വേറെ ചിലർ ദാരിദ്ര്യത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ? നമ്മുടെ കർമ്മദോഷമാണ് അങ്ങനെയുള്ള ചുറ്റുപാടിൽ ജനിക്കുന്നതും വളരുന്നതും. ഇനി അങ്ങനെ ഒരു കുട്ടി ദാരിദ്ര്യത്തിലും അശാന്തിയുടെ അന്തരീക്ഷത്തിലും വളർന്നു എന്നിരിക്കട്ടെ. കല്യാണപ്രായമാവുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന ഏക പ്രതീക്ഷ നല്ലൊരു ജീവിതം ഉണ്ടാവണേ, നല്ലൊരു പങ്കാളിയെങ്കിലും കിട്ടണേ എന്നായിരിക്കും. കാരണം അതുവരെ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നൊരു മോചനം. അതാവുമല്ലോ എല്ലാവരും കരുതുക. നിർഭാഗ്യവശാൽ അതും പ്രശ്നങ്ങളായാൽ, അത് പുരുഷനായാലും സ്ത്രീകളായാലും നമ്മുടെ ഏക പ്രതീക്ഷ നല്ലൊരു പങ്കാളി, സ്വസ്ഥതയുള്ളൊരു കുടുംബജീവിതം, ആരോഗ്യമുള്ള കുട്ടികൾ. ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും എല്ലാവരും അല്ലേ? പക്ഷേ ഇനി ആഗ്രഹത്തിന് വിപരീതമാണ് സംഭവിക്കുന്നതെങ്കിലോ? തലവിധി എന്നു പറഞ്ഞ് വിധിയെ പഴിക്കും. എന്നാൽ വിധിയെ പഴിക്കാതെ കരഞ്ഞിരിക്കാതെ പൊരുതണം, അതിനെതിരെ തുഴയണം. എങ്ങനെ സാധിക്കും അത്? അവിടെ നമ്മുടെ വിധിയെ മാറ്റാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, സാക്ഷാൽ ഭഗവാൻ. മാർക്കണ്ഡേയൻ്റെ കഥ കേട്ടിട്ടില്ലേ? വെറും 16 വയസ്സ് മാത്രമേ ആയുസ് വിധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഭക്തി കൊണ്ട് മാർക്കണ്ഡേയൻ വിധിയെ മറികടന്നു ചിരംജീവിയായി ഭവിച്ചു. അതിന് കാരണം മാർക്കണ്ഡേയൻ്റെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്കുള്ള പാഠം അതിലുണ്ട്. ഭക്തി കൊണ്ട് നമ്മുടെ വിധി വരെ മാറ്റാൻ പറ്റുമെന്ന്. മുജ്ജന്മ കർമ്മദോഷങ്ങളും ഈ ജന്മദോഷങ്ങളുമാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അതിനായി ഭഗവാനെ നിരന്തരമായി പ്രാർത്ഥിക്കുക, ഭഗവത് സേവ ചെയ്യുക, ധാരാളം പുണ്യപ്രവൃത്തികൾ ചെയ്യുക. ക്രമേണ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പ്രശ്നക്കാരാണെങ്കിൽ അവർക്ക് സ്വഭാവത്തിൽ വളരെയേറെ വലിയ മാറ്റം സംഭവിക്കും. കാരണം തൻ്റെ ഭക്തർക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം ഭഗവാൻ ആശീർവദിക്കും, തീർച്ച. ഇനി അച്ഛനും അമ്മയും മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും, രോഗദുരിതങ്ങളാൽ വലയുകയാണെങ്കിലും, കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും, അയൽവാസികളെ കൊണ്ട് പൊറുതി മുട്ടുകയാണെങ്കിലും വഴക്കിനോ മറ്റോ പോവാതെ ഭഗവാനെ നിരന്തരം ജപിക്കുക. തൻ്റെ ഭക്തർ കഷ്ടപ്പെടുന്നത് ഭഗവാന് സഹിക്കില്ല. തീർച്ചയായും നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം ശാന്തമാക്കി തരും ഭഗവാൻ. ഇനി ഭർത്താവിന് ഭാര്യയെ കൊണ്ടായാലും, ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ടായാലും, മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ടായാലും, എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടായാലും തീർച്ചയായും നല്ല മാറ്റം ഉണ്ടാവും ജീവിതത്തിന്. ഭർത്താവിൻ്റെ അസുഖങ്ങൾ ഇനി അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യം ഇതൊക്കെ മാറാൻ ഭാര്യ തിങ്കളാഴ്ച വ്രതമെടുക്കാം. അത് ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടിയും എടുക്കാം. തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന രീതിയെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കാണൂ. എന്നിട്ട് ആ രീതിയിൽ എടുത്തു നോക്കൂ. ചിട്ടയോടുകൂടി ഭക്തിയോടുകൂടി എടുക്കണം. എന്നാൽ വളരെ വേഗത്തിൽ മാറ്റമുണ്ടാവും. മാറാതെ നിൽക്കുന്ന അസുഖങ്ങളായാലും സ്വഭാവ ദൂഷ്യങ്ങളും എല്ലാത്തിനും പരിഹാരമാണ് തിങ്കളാഴ്ച വ്രതം. ഇനി ഭർത്താവ് ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നിർബന്ധിക്കരുത്, ഭാര്യമാർ എടുത്താൽ മതി. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി മാർക്കണ്ഡേയൻ്റെ കഥ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മൃഗണ്ഡൻ മുനിയുടെയും മരുത്മതിയുടെയും അവർക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ശിവനെ തപസ് ചെയ്തു. അവരുടെ അകമഴിഞ്ഞ ഭക്തിയിൽ സംപ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്തു വരം വേണമെന്ന് ചോദിച്ചു. സന്താനഭാഗ്യം നൽകി അനുഗ്രഹിക്കാൻ അവർ ഭഗവാനോട് അപേക്ഷിച്ചു. 16 വയസ്സുവരെ മാത്രം ആയുസ്സുള്ള അതീവ ബുദ്ധിശാലിയും സൽസ്വഭാവിയുമായ പുത്രനെ വേണോ, അതോ 100 വയസ്സുവരെ ആയുസ്സുള്ള അസന്മാർഗിയും നീചനും ബുദ്ധിയുമില്ലാത്ത മകനെ വേണോ? അവർ 16 വയസ്സുവരെ ആയുസ്സുള്ള മകനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അവനാണ് മാർക്കണ്ഡേയൻ. അവൻ വളരെ ചെറുപ്പത്തിലെ വേദങ്ങളും പുരാണങ്ങളും എല്ലാം പഠിച്ചു. കാരണം അതിബുദ്ധിമാനും ഭക്തനുമായിരുന്നു മാർക്കണ്ഡേയൻ. ഓരോ വയസ്സ് കൂടുന്തോറും അച്ഛനമ്മമാർ അതീവ ദുഃഖിതരായി കാണപ്പെട്ടു. എന്താണ് കാരണം എന്നന്വേഷിച്ച മകനോട് മാതാപിതാക്കൾ എല്ലാ കാര്യവും പറഞ്ഞു.
അവർ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയതും മഹാദേവനെ 16 വയസ്സുവരെ ആയുസുള്ളൂവെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാർക്കണ്ഡേയൻ മാതാപിതാക്കളെ സമാധാനിപ്പിച്ചു. ഞാൻ പരമേശ്വരനെ ധ്യാനിച്ച് മരണത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം എന്നു പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. ബ്രഹ്മദേവൻ അവന് മഹാമൃത്യുഞ്ജയ മന്ത്രം ഉപദേശിച്ചു. അവൻ ശിവലിംഗത്തിന് മുന്നിലിരുന്ന് പരമേശ്വരനെ ധ്യാനിക്കാൻ തുടങ്ങി. 16 വയസ്സ് തികഞ്ഞപ്പോൾ യമകിങ്കരന്മാർ മാർക്കണ്ഡേയൻ്റെ അടുക്കലെത്തി. എന്നാൽ ശിവലിംഗത്തിന് മുന്നിലിരുന്ന് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്ന മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക് പോവാൻ യമകിങ്കരന്മാർക്ക് ധൈര്യമുണ്ടായില്ല. അവർ മടങ്ങിപ്പോയി. പിന്നീട് സാക്ഷാൽ യമദേവൻ വന്നു. എന്നിട്ട് മാർക്കണ്ഡേയനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാലപുരിക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്ന്. എന്നാൽ തിരികെ വരും എന്ന് മാതാപിതാക്കൾക്ക് വാക്ക് കൊടുത്തിട്ട് വന്നതാണ് മാർക്കണ്ഡേയൻ. യമദേവൻ്റെ കൂടെ പോവാൻ കൂട്ടാക്കിയില്ല. ക്രുദ്ധനായ യമദേവൻ കാലപാശം മാർക്കണ്ഡേയനു നേരെ എറിഞ്ഞു. എന്നാൽ യമദേവൻ എറിഞ്ഞ കയറ് ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് മന്ത്രം ജപിക്കുന്ന മാർക്കണ്ഡേയൻ്റെയും ശിവലിംഗത്തിൻ്റെയും മുകളിൽ വന്നു വീണു. ശേഷം യമദേവൻ കയർ വലിച്ചു. ഉഗ്രകോപിയായ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ഭക്തൻ്റെ നേരെയും തൻ്റെയും നേരെ കാലപാശമെറിഞ്ഞ യമദേവനെ തൽക്ഷണം വധിച്ചു. എന്നിട്ട് മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചു. എന്നും 16 വയസ്സ് മാത്രമായിരിക്കുമെന്നും ചിരഞ്ജീവിയായി വാഴുമെന്നും അനുഗ്രഹിച്ചു. ഇതിവിടെ പറയാനുണ്ടായ കാരണം, ഭക്തി കൊണ്ട് നേടാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല. ഭക്തി കൊണ്ട് ഈ ഭൂമിയിൽ സമാധാനപൂർണമായ ഒരു ജീവിതം കിട്ടുമെങ്കിൽ എന്തിനു പിന്നെ സമയം കളയണം? വിളിക്കൂ, ഭഗവാനെ നിരന്തരം പ്രാർത്ഥിക്കൂ. എല്ലാ കർമ്മങ്ങളും ഭഗവാനുള്ള അർച്ചനയായി ചെയ്യൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.